Hello students, in this session we are discussing the 8th chapter of our botany, cell, the unit of life. നമ്മൾക്ക് ഈ ഒരു പാഠത്തിൽ സെല്ലിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. സെല്ല് എന്ന് പറയുന്നത് ലൈഫിനൊരു യൂണിറ്റ് ആണ്. എന്താണ് സെല്ല്? സെല്ല് വെച്ചിട്ടാണ് നമ്മൾ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏത് ഓർഗാനിസം ആണെങ്കിലും അത് സെല്ല് കൊണ്ട് രൂപപ്പെട്ടതാണ്. സെല്ല് കുറേ കൂടി ചേർന്ന് അത് ടിഷ്യൂ ആയി മാറും, ടിഷ്യൂ കുറേ കൂടി ചേർന്ന് ഓർഗാനായി മാറും. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഓർഗാനുകളും എല്ലാ ഓർഗാനിസംസും സെല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ സെല്ല് ആണ് എല്ലാത്തിനും ഒരു യൂണിറ്റ്, സിമ്പിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു സെക്ഷൻ കണ്ടു കഴിയുമ്പോൾ തന്നെ ഈ ഒരു പാഠത്തെക്കുറിച്ച് ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യും. ഒരു റിവിഷൻ പോലെ തന്നെ നിങ്ങൾക്കിത് ഫ്രഷായി പഠിക്കുന്ന ആൾക്കാർക്കും പഠിച്ചെടുക്കാൻ പറ്റും. സോ കൃത്യമായിട്ട് കേൾക്കുക, ഓരോ വേർഡുകൾ കൃത്യമായിട്ട് കേൾക്കുക, എഴുതിയെടുക്കുക. ഫുൾ എക്സ്പ്ലനേഷൻ വഴി കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അപ്പം തന്നെ അത് പഠിച്ച് ക്ലിയർ ആക്കി വെക്കുക. നമുക്ക് മെയിനായി ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ സെല്ലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാം. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. കുറേ വേർഡുകൾ ഇതിന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുണ്ട്. സോ കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ, സിമ്പിളായിട്ടുള്ള ഡിഫറൻസിയേഷൻ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ കാര്യം പഠിച്ചെടുക്കാൻ പറ്റും. സെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽ ഈസ് ദി ഫണ്ടമെൻ്റൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിങ് ഓർഗാനിസം. ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെ കാര്യങ്ങൾ പറയും, കുറച്ച് ടഫുള്ള ഏരിയകൾ സ്ലോ ആക്കിയിട്ട് പറയും. സെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ സ്ട്രക്ചറാണ് ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസംസിൻ്റെ, ജീവനുള്ള ഓർഗാനിസംസിൻ്റെ ഫങ്ഷണൽ ആയിട്ടുള്ള യൂണിറ്റ് ആൻഡ് ഫണ്ടമെൻ്റൽ സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ സെല്ല് എന്ന് പറയുന്നത്. ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസംസിൽ ഫംഗ്ഷൻ ചെയ്യുന്ന യൂണിറ്റ്. പിന്നെയോ സ്ട്രക്ചർ കൊടുക്കുന്നത് ഈ ഒരു സെല്ലാണ്. സോ ഇത്രയും കാര്യങ്ങൾ, ഫണ്ടമെൻ്റൽ സ്ട്രക്ചർ, ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ സ്ട്രക്ചറാണ്, ഫങ്ഷണൽ യൂണിറ്റ് ആണ് എന്തിൻ്റെ, ലിവിങ് ഓർഗാനിസംസിൻ്റെ. പഠിക്കേണ്ടതാണ്. പിന്നെ പഠിക്കേണ്ടത് ആൻ്റണി വോൺ ലിവൻഹൂക്ക് എന്ന് പറഞ്ഞുള്ള സയൻറ്റിസ്റ്റ് ആണ് ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, സെല്ലിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ സെല്ല് കണ്ടുപിടിച്ചിട്ടുള്ള ആരാന്നുള്ളത് പഠിക്കുക. ആൻ്റണി വോൺ ലിവൻഹൂക്ക് എന്നെങ്കിലും പഠിച്ചു വെക്കണം. ഞാൻ പറയുന്ന പേരുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് റോബർട്ട് ബ്രൗൺ ഡിസ്കവർഡ് ന്യൂക്ലിയസ്. സെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിനെ ഡിസ്കവർ ചെയ്തിട്ടുള്ളത് റോബർട്ട് ബ്രൗൺ ആണ്. സോ രണ്ട് പേര് പഠിക്കുക. സെല്ല് കണ്ടുപിടിച്ചിട്ടുള്ളത് ലിവൻഹൂക്ക് ആണ്, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചിട്ടുള്ളത് റോബർട്ട് ബ്രൗൺ ആണ്. ഓൾ ദി ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. എല്ലാ ഓർഗാനിസംസും സെല്ല് കൊണ്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്, സെല്ല് കൊണ്ടാണ് അതിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത്. സം ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സിംഗിൾ സെൽ ആൻഡ് ആർ കോൾഡ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഒരു ഓർഗാനിസം ഒരു സെല്ല് കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളെങ്കിൽ ആ ഓർഗാനിസത്തിന് യൂണിസെല്ലുലാർ ഓർഗാനിസം എന്നാണ് പറയുക. ഇപ്പോൾ ബാക്ടീരിയ ലൈക്ക് ഓർഗാനിസംസ് ഒക്കെ ഒരു സെല്ല് മാത്രമേ അതിനുണ്ടാവുള്ളൂ. പലതരം ബാക്ടീരിയ, ഫംഗൈ, ആൽഗെ ഒക്കെ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഒക്കെ ചിലതിന് പലതരം വേരിയൻറ്റുകൾക്ക് ഒരു സെല്ല് മാത്രമേ ആ ഓർഗാനിസത്തിന് ഉണ്ടാവുള്ളൂ. ആ ഒരു സെല്ലായിരിക്കും അവൻ്റെ ഓർഗാനിസം എന്ന് പറയുന്നത്. സോ ഒരു സെല്ല് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഓർഗാനിസംസിന് നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. മൾട്ടി സെല്ലുലാർ പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് കുറേ സെല്ല് കൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള കുറേ സെല്ലുകൾ ഉള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുക. ആനിമൽസ്, പ്ലാന്റ്സ് ഒക്കെ അതിൽ വരുന്നതാണ്. സോ രണ്ട് കാര്യങ്ങൾ, രണ്ട് പോയിന്റ് ഇവിടുന്ന് മനസ്സിലാക്കുക. ഈ രണ്ട് പേരുകളും പഠിച്ചു വെക്കുക. ഈ ഒരു ഏരിയ കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സെക്ഷനിലേക്ക് പോവാം. ശേഷം നമ്മൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, സെല്ല് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് പ്രോകാരിയോട്ടിക് സെല്ലാണ്, അടുത്തത് യൂകാരിയോട്ടിക് സെൽസാണ്. ഓർഗാനിസംസിൽ രണ്ട് ടൈപ്പ് ഓഫ് സെല്ലുകൾ ഉണ്ടാവും. ഒന്ന് പ്രോകാരിയോട്ടിക് സെല്ലായിരിക്കും, അല്ലെങ്കിൽ യൂകാരിയോട്ടിക് സെല്ലായിരിക്കും. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് സിമ്പിളായിട്ട് ആദ്യം പറയും, ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് പറയും. സോ പ്രോകാരിയോട്ടിക് സെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ന്യൂക്ലിയസ് ഉണ്ടാവില്ല, ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയിട്ടുള്ള സെല്ലുകൾക്കാണ് നമ്മൾ പ്രോകാരിയോട്ടിക് സെല്ല് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയിരിക്കും. യൂകാരിയോട്ടിക് സെല്ലിലാണെങ്കിലോ ന്യൂക്ലിയസ് പ്രസൻ്റ് ആയിരിക്കും. സോ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലിനെ പ്രോകാരിയോട്ടിക് സെല്ല് എന്നും ന്യൂക്ലിയസ് ഉള്ള സെല്ലിനെ യൂകാരിയോട്ടിക് സെല്ല് എന്ന് പറയും. സോ ഫസ്റ്റ് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണത്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയസ് ഉള്ള സെല്ലിനെ കണ്ടാൽ അത് യൂകാരിയോട്ടിക് സെല്ലാണെന്നും ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ല് എന്ന് പറഞ്ഞാൽ പ്രോകാരിയോട്ടിക് സെൽ. എന്താണ് ന്യൂക്ലിയസ് എന്നുള്ളതും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ നെക്സ്റ്റ് സെക്ഷൻ, അതായത് ഇതിന് ശേഷം തന്നെ പഠിക്കാൻ നോക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ന്യൂക്ലിയസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. സോ അടുത്ത കാര്യം പറയാം. അടുത്തത് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയൽ, അതായത് ഈ സെല്ലിൽ ഉണ്ടാവുന്ന ജനിതക ഘടന തീരുമാനിക്കുന്ന മെറ്റീരിയൽ ഉണ്ട്, ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയും. നമ്മൾ ക്രോമസോം എന്നൊക്കെ പറയും. സോ ആ ജനറ്റിക് മെറ്റീരിയൽ നമുക്കിതിൽ കാണാൻ പറ്റും. നെയ്ക്കഡാണ് ജനറ്റിക് മെറ്റീരിയൽ. പ്രോകാരിയോട്ടിക് സെല്ലിൽ നെയ്ക്കഡാണ് ജനറ്റിക് മെറ്റീരിയൽ. ഇതിൽ നോട്ട് നെയ്ക്കഡ്, നമുക്ക് കണ്ണുകൊണ്ട് ഡയറക്റ്റ് നോക്കിയാൽ കാണാൻ കഴിയില്ല, മൈക്രോസ്കോപ്പിക് ഒക്കെ ആയിട്ടേ കാണാൻ പറ്റുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ മെസോസോംസ് പ്രസൻസാണ്. എന്താണ് മെസോസോംസ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. മെസോസോംസ് ഇതിൽ പ്രസന്റ് ആണ്, മറ്റേതിൽ എന്താണ് പ്രസന്റ് അല്ല, അതായത് ആബ്സെന്റ് ആണെന്ന് പറയാൻ പറ്റും. സോ ഈ ഒരു 3 പോയിന്റ് ആദ്യം പഠിച്ചു വെക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കാണ്ട് ആദ്യം 3 പോയിന്റ് പറയാം. അതിന് ശേഷമുള്ള പോയിന്റ് ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുന്നുണ്ട്. സോ പ്രോകാരിയോട്ടിക് സെല്ല് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഇല്ലാത്തതാണ്, യൂകാരിയോട്ടിക് ന്യൂക്ലിയസ് ഉള്ളതാണ്.
പ്രോകാരിയോട്ടിക് സെല്ലിൽ ജനിതക ഘടന അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ നെയ്ക്കഡാണ്, കണ്ടുകൊണ്ട് കാണാൻ പറ്റും. ജനറ്റിക് മെറ്റീരിയൽ നെയ്ക്കഡ് അല്ല. ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന ക്രോമസോംസിനൊക്കെ നമുക്ക് മൈക്രോസ്കോപ്പിക്ക് നോക്കിയാൽ യൂക്കാരിയോട്ടിക് സെല്ലിൽ കാണാൻ കഴിയുള്ളൂ. പക്ഷേ പ്രോകാരിയോട്ടിക് സെല്ലിൽ നമുക്ക് കാണാൻ കഴിയും. മെസോസോംസ് പ്രസന്റ് ആണ് ഏതിൽ? പ്രോകാരിയോട്ടിക് സെല്ലിൽ. ഇതിലോ പ്രസന്റ് അല്ല, ആബ്സെന്റ് ആണ്. എന്താണ് മെസോസോംസ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഈ പ്രോകാരിയോട്ടിക് സെല്ലിന്റെ യൂക്കാരിയോട്ടിക് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോകാരിയോട്ടിക് സെല്ല് യൂക്കാരിയോട്ടിക് സെല്ല് എന്ന് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു നോക്കുക അതിൻ്റെ ഡിഫറൻസ്. ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഹൈ ലെവലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ NCERT പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് സെൽ do not possess the nucleus and membrane bound organelles. ഫസ്റ്റ് പഠിക്കേണ്ടതാണ്. ആ പ്രോകാരിയോട്ടിക് സെല്ലിൽ ന്യൂക്ലിയസും ഇല്ല, അതേപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഇല്ല. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ കൊണ്ട് ബൗണ്ട് ചെയ്തിട്ടുള്ള ഓർഗനൽസും ഏതിലുണ്ടാവില്ല? പ്രോകാരിയോട്ടിൽ ഉണ്ടാവില്ല, പക്ഷേ യൂക്കാരിയോട്ടിൽ ഉണ്ടാവും. ഇവിടെ ഞാൻ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത്. അത് മനസ്സിലാക്കിയതിന് ശേഷം ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കേൾക്കുക. ഈ ഒരു മെത്തേഡിൽ പഠിച്ചു പോവുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാനും മനസ്സിലാക്കാനും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കാനൊക്കെ പറ്റും. ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് സെല്ല് എന്ന് പറഞ്ഞാൽ 0.2 മൈക്രോമീറ്റർ ആണ് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയും, ആ ഒരു സെല്ലിൻ്റെ ഡയമീറ്റർ. പക്ഷേ യൂക്കാരിയോട്ടിൽ 10 മുതൽ 100 മൈക്രോമീറ്റർ വരെയുള്ള ഡയമീറ്റർ ആയിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വേണ്ട ആവശ്യമില്ല. സോ അടുത്ത പോയിന്റ് പറയാണ് ഹാവ് നോ ട്രൂ ന്യൂക്ലിയസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ട്രൂ ന്യൂക്ലിയസ് ഇല്ല. സോ നമുക്ക് ഇവിടെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്, പക്ഷേ എക്സാം പോയിന്റ് ഓഫ് ഈ ഒരു പോയിന്റ് എഴുതാം. എന്ത്? ട്രൂ ന്യൂക്ലിയസ് ഇല്ല, അല്ലെങ്കിൽ പറയാം നോ ന്യൂക്ലിയർ മെംബ്രെയിൻ, അല്ലെങ്കിൽ പറയാം ന്യൂക്ലിയൈ ഇല്ല എന്ന് പറയാം. സോ ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഇതൊക്കെ എവിടെ ഉണ്ട്? യൂക്കാരിയോട്ടിക് സെല്ലിൽ ഉണ്ട് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ലാസ്റ്റ് പോയിന്റ് പറയുകയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സർക്കുലാർ DNA മോളിക്യൂൾസ് ഇൻ ദി ന്യൂക്ലിയൈ. അതായത് പ്രോകാരിയോട്ടിക് സെല്ലിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സിംഗിൾ സർക്കുലാർ DNA കാണാൻ പറ്റും. കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ലീനിയർ ക്രോമസോംസ് ആണ് ഇവിടെ കാണാൻ പറ്റുക, പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണാൻ പറ്റുക. അപ്പോൾ സർക്കുലർ DNA മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് സിംഗിൾ സർക്കുലർ DNA മോളിക്യൂൾ ഇവിടെ പ്രോകാരിയോട്ടിൽ കാണപ്പെടും. ഇവിടെ കാണപ്പെടുന്ന എന്താണ്? മൾട്ടിപ്പിൾ DNA ആയിരിക്കും, അതായത് മൾട്ടിപ്പിൾ ലീനിയർ ക്രോമസോംസ് ആയിരിക്കും കാണപ്പെടുക. സോ ഈ ഒരു പോയിന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതാണ് ഈ ഒരു പാഠത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാം. അതായത് നമുക്ക് പഠിക്കേണ്ട ഈ ഒരു പാഠത്തിന് ബേസിക് അറിയേണ്ട കാര്യം എന്താണ് പ്രോകാരിയോട്ടിക്, എന്താണ് യൂക്കാരിയോട്ടിക് സെല്ല് എന്നുള്ളതാണ്. ഇനി പ്രോകാരിയോട്ടിക് സെല്ലിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, യൂക്കാരിയോട്ടിക് സെല്ലിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, അതാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും. അതായത് ഇതിന് ശേഷം വരുന്ന പാഠവും ഈ ഒരു പാഠത്തോട് ബന്ധപ്പെടുത്തി ഇതിന് ശേഷമുള്ള പാഠം. സോ ഇതൊന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പാഠം പഠിക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും. സോ ക്ലിയർ ആയിട്ട് എക്സ്പ്ലനേഷൻ കേൾക്കുക, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഓരോ സെല്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഫസ്റ്റ് പ്രോകാരിയോട്ടിക് സെല്ല് എന്ന് പറയുന്നത് റെപ്രസെന്റഡ് ബൈ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, മൈക്രോപ്ലാസ്മ ആൻഡ് PPLO. ഈ ഒരു ഇവരുടെ സെല്ലുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോകാരിയോട്ടിക് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാറ്. ബാക്ടീരിയ എന്ന് പറയുന്നത് ബാക്ടീരിയക്കുള്ളത് പ്രോകാരിയോട്ടിക് സെല്ലാണ്. അതേപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ആൽഗൊക്കെ പ്രോകാരിയോട്ടിക് സെല്ലാണ്. സോ ഇവരുടെ ഈ പറഞ്ഞിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടല്ലോ, ബാക്ടീരിയ, അതേപോലെ ബ്ലൂ ഗ്രീൻ ആൽഗെ, മൈക്രോപ്ലാസ്മ, PPLO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് എന്നാണ്. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നുള്ളതിന് ഷോർട്ടാണ് PPLO. സോ ആ ഒരു ഓർഗാനിസംസിന്റെ സെല്ലുകൾ വെച്ചിട്ടാണ് നമ്മൾ പ്രോകാരിയോട്ടിക് സെല്ലിനെ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യാറ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്മോളർ ആൻഡ് മൾട്ടിപ്പിൾ മോർ റാപ്പിഡ്ലി ദാൻ യൂക്കാരിയോട്ടിക് സെല്ല്. ഈ യൂക്കാരിയോട്ടിക് സെല്ലിനേക്കാളും അതെന്താണ്? സ്മോളറും ആണ്, മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവും കൂടുതലാണ്. അതായത് യൂക്കാരിയോട്ടിക് സെല്ല് മൾട്ടിപ്ലൈ ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് പ്രോകാരിയോട്ടിക് സെല്ല് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സെല്ല് 2 ആവുക, ആ സെല്ല് 3 ആവുക, അങ്ങനെ അതിനാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. സോ ആ ഒരു മൾട്ടിപ്ലൈ ചെയ്യൽ യൂക്കാരിയോട്ടിക് സെല്ലിനേക്കാളും കൂടുതലായി പെട്ടെന്ന് നടക്കുകയും ചെയ്യും, റാപ്പിഡായിട്ട് നടക്കുകയും ചെയ്യും. സ്മോളറാണ്, യൂക്കാരിയോട്ടിക് സെല്ലിനേക്കാളും ചെറുതാണ്. ദി 4 ബേസിക് ഷേപ്സ് ഓഫ് ബാക്ടീരിയ. നമുക്ക് ഈ പറയുകയാണ് ഈ ബാക്ടീരിയക്ക് തന്നെ പല ഷേപ്പുകളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ പഠിച്ചു വെക്കുക. ബാക്ടീരിയൻ്റെ അടുത്ത ഷേപ്പുകളാണ് പറയാൻ പോകുന്നത്. ഈ സെല്ലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സെല്ലിൻ്റെ ഷേപ്പുകൾ വെച്ചിട്ട് ബാക്ടീരിയക്ക് പലതരം ഷേപ്പുകളുണ്ട്. നമുക്ക് കാണപ്പെടുന്ന ഒന്നാമത്തെ ചെയ്യണം ബാസില്ലസ് ഷേപ്പ് ബാക്ടീരിയനെ കാണാം. കോക്കസ് ഷേപ്പ് ബാക്ടീരിയനെ കാണാം. വിബ്രിയോ ഷേപ്പ് ബാക്ടീരിയനെ കാണാം. സ്പൈറില്ലം ഷേപ്പ് ബാക്ടീരിയനെ കാണാൻ പറ്റും. സോ ബാക്ടീരിയൻ്റെ 4 ഷേപ്പുകളാണ് പറയുന്നത്. ബാസില്ലസ് എന്ന് പറഞ്ഞാൽ അത് റോഡ് ഷേപ്പ് ബാക്ടീരിയക്കാണ് നമ്മൾ ബാസില്ലസ് എന്ന് പറയാം. റോഡ് ഷേപ്പ് ബാക്ടീരിയക്കാണ് നമ്മൾ ബാസില്ലസ് ബാക്ടീരിയ എന്ന് പറയാം. കോക്കസ് എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ടൈപ്പ് ബാക്ടീരിയക്ക് നമ്മൾ കോക്കസ് എന്ന് പറയും. വിബ്രിയോ കോമ ഷേപ്പിലായിട്ടുള്ള കോമ പോലത്തെ ഷേപ്പിലുള്ള ബാക്ടീരിയക്ക് നമ്മൾ
വിബ്രിയോ എന്ന് പറയും. സ്പൈറലം എന്ന് പറഞ്ഞാൽ സ്പൈറലേക്ക് ബാക്ടീരിയ. സോ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാക്ടീരിയലിൻ്റെ 4 ടൈപ്പ് ഷേപ്പുകൾ. ഏതൊക്കെ ഷേപ്പിലാണ് ബേസിക്കലി ബാക്ടീരിയ കാണപ്പെടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ സെല്ലിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഇതിന് ഷേപ്പ് പറയാം അല്ലേ. ഒരു ഓർഗാനിസംസിൻ്റെ സെല്ല് ഈ ഒരു ഷേപ്പ് ആണെങ്കിൽ നമ്മൾ പറയും ഇത് ആ ഒരു ഷേപ്പ് ആയിട്ടുള്ള ഓർഗാനിസമാണ്. അതിന് സ്ഫെറിക്കൽ ഷേപ്പ്. സോ അവൻ സെല്ല് സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, മാർക്ക് ചെയ്യുക, എഴുതിയെടുക്കുക. ഇതൊക്കെ പോയിന്റ് വെച്ച് ബാക്ടീരിയ എന്ന് എഴുതുക, എന്നിട്ട് പോയിന്റ് മാർക്ക് ചെയ്യുക, അതിൻ്റെ ഷേപ്പുകൾ കൊടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോകാരിയോട്ടിക് സെല്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് പ്രോകാരിയോട്ടിക് സെല്ലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രം എഴുതി വെക്കാം. യൂകാരിയോട്ടിക് സെല്ലിനെ കുറിച്ച് ചോദിച്ചാൽ ഇത് മാത്രം എഴുതി വെക്കാം. ഡിഫറൻസ് ചോദിച്ചാൽ ഇത് രണ്ടും എഴുതി വെക്കാം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആദ്യം തന്നെ ആ ഒരു ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. പ്രോകാരിയോട്ടിക്സിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയാം. ഓൾ പ്രോകാരിയോട്ടിക് ഹാവ് എ സെൽ വാൾ ദാറ്റ് അറൗണ്ട് ദി പ്ലാസ്മ മെംബ്രെയിൻ. പ്രോകാരിയോട്ടിക് സെല്ലിന് ഒരു സെൽ വാൾ ഉണ്ടാവും. പ്രോകാരിയോട്ടിക് സെല്ലാകുമ്പോൾ അതിന് ചുറ്റുഭാഗത്തും സെൽ വാൾ, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സെൽ വാൾ പ്രോകാരിയോട്ടിക് സെല്ലിന് പ്രസന്റ് ആയിരിക്കും. ഏതിൻ്റെ ചുറ്റും? പ്ലാസ്മ മെംബ്രെയിൻ. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു സെല്ലാണെങ്കിൽ ഈ സെല്ലിൻ്റെ ഇതിന് പറഞ്ഞ പേരാണ് മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയും. സോ അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഒരു സെൽ വാള് എന്തിലുണ്ടാവും? പ്രോകാരിയോട്ടിക് സെല്ലിലുണ്ടാവും. അടുത്ത പോയിന്റ്, ദർ ഈസ് നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് ഹെൻസ് ദി ജനറ്റിക് മെറ്റീരിയൽ ഈസ് ബേസിക്കലി നേക്കഡ്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടാവില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ജനറ്റിക് മെറ്റീരിയൽ അത് കണ്ണുകൊണ്ട് നേക്കഡ് ആണ്, കാണാൻ കഴിയും. എ സ്പെഷ്യലൈസ്ഡ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം ഓഫ് എ സെൽ ഫോം ഓഫ് സെൽ മെംബ്രെയിൻസ് കോൾഡ് മെസോസോം. അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് ഡിഫറൻഷിയേറ്റഡ് സെൽ മെംബ്രെയിൻ ഫോം ഉണ്ട്, മെസോസോം. അതിനാണ് നമ്മൾ മെസോസോം എന്ന് പറയാം. പ്രോകാരിയോട്ടിക് സെല്ലിൽ നമ്മൾ പറഞ്ഞത് മെസോസോംസ് പ്രസന്റ് ആണ്. ഈ മെസോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ മെംബ്രെയിൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു സാധനമാണ് മെസോസോംസ്. അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട്. സോ ആദ്യം ഈ ഒരു പോയിന്റുകൾ മനസ്സിലാക്കി വെക്കുക. പ്രോകാരിയോട്ടിക് സെല്ലിൽ ന്യൂക്ലിയസ് ഇല്ല, ജനറ്റിക് മെറ്റീരിയൽ നേക്കഡാണ്, മെസോസോംസ് കാണപ്പെടും. അടുത്തതായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. റിപ്പീറ്റഡ് ആയിട്ട് കുറേ പറഞ്ഞ് ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്തത് പറയുന്നത് സെൽ എൻവലപ്പ് ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻസ്. അതായത് സെല്ലിൻ്റെ എൻവലപ്പുകൾ. അതായത് ഒരു സെല്ലുണ്ടെങ്കിൽ ആ ഒരു സെല്ലിൻ്റെ എൻവലപ്പ് നമ്മൾ പറയില്ലേ, അത് ലെറ്റർ എൻവലപ്പ് എന്നൊക്കെ പറയില്ല. അതായത് പോലെ സെല്ലിനുള്ള കവറുകൾ. സോ സെല്ലിൻ്റെ എൻവലപ്പുകൾ എന്തൊക്കെയാണ്, കവറുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. മോസ്റ്റ് പ്രോകാരിയോട്ടിക് സെൽ ഹാവ് ക്യാരക്ടറിസ്റ്റിക്സ് കോംപ്ലക്സ്. എല്ലാ പ്രോകാരിയോട്ടിക് സെല്ലിനും, മോസ്റ്റ് ഓഫ് ദി പ്രോകാരിയോട്ടിക് സെല്ലിനും അതിൻ്റെ ക്യാരക്ടേഴ്സ് തീരുമാനിക്കുന്ന കോംപ്ലക്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സെൽ എൻവലപ്പ് എന്ന് പറയുന്നത്. സെൽ എൻവലപ്പ് എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ ക്യാരക്ടേഴ്സ്, അതായത് ഒരു ഇന്ന സ്വഭാവങ്ങൾ, ക്യാരക്ടറിസ്റ്റിക് കോംപ്ലക്സ് ആണ് സെൽ എൻവലപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. സെൽ എൻവലപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ശേഷമുള്ള ലെയറുകളാണ്, സെല്ലിൻ്റെ ശേഷമുള്ളത്. ദി സെൽ എൻവലപ്പ് കൺസിസ്റ്റ് ഓഫ് ടൈറ്റ്ലി ബൗണ്ടഡ് 3 ലെയർ സ്ട്രക്ചേഴ്സ്. ഒരു സെല്ലിൻ്റെ സെൽ എൻവലപ്പുകൾ, അതായത് 3 ലെയർ ആയിട്ടുള്ള, ഒന്നാമത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ, മൂന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള 3 ലെയർ സ്ട്രക്ചറിനാണ് നമ്മൾ സെൽ എൻവലപ്പ് എന്ന് പറയുന്നത്. ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ ഗ്ലൈക്കോളിക്സ് എന്നാണ് പറയുക. അതായത് ഇതിന് ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ലെയറിനെ നമ്മൾ ഗ്ലൈക്കോകാലിക്സ് എന്നാണ് പറയുക. രണ്ടാമത് മിഡിൽ സെൽ വാൾ, ഇന്നർ ആയിട്ടുള്ളത് ഇന്നർ പ്ലാസ്മ മെംബ്രെയിൻ. സോ ഈ രീതിയിലാണ്, ഇതാണ് 3 ലെയറുകളുള്ളത്. അതിൽ നമ്മൾ മിഡിൽ ആയിട്ടുള്ളത് മിഡിൽ സെൽ വാൾ എന്ന് പറയും, മറ്റാളെ മൂന്നാമത്തെ ആളെ ഇന്നർ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയും. സോ ഈ ഒരു 3 ആൾക്കാർ കൂടിയിട്ടാണ്, ഈ ഒരു 3 ലെയർ കൂടിയിട്ടാണ് സെൽ എൻവലപ്പ് ഫോം ചെയ്യുന്നത്. ഒരു പ്രോകാരിയോട്ടിക് സെല്ലിന് 3 സെല്ല് ലെയറുകളാണ്, സെൽ എൻവലപ്പുകളാണുള്ളത്. ഒന്ന് ഔട്ടർ ആയിട്ടുള്ള ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയും, മിഡിൽ സെൽ വാൾ എന്ന് പറയും, ഇന്നർ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയും. സോ പഠിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ കുറച്ച് മോഡിഫിക്കേഷൻസ്, ആ ഒരു സാധനങ്ങൾ മാറിയിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നത്. ഓരോ ഗ്ലൈക്കോകാലിക്സ് എന്താണ്, പ്ലാസ്മ മെംബ്രെയിൻ എന്താണ്, സെൽ വാൾ എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്, പഠിച്ചത് പോകേണ്ട കാര്യങ്ങളാണ്. ഗ്ലൈക്കോകാലിക്സ് ഡിഫേഴ്സ് ഇൻ കോമ്പോസിഷൻ ആൻഡ് തിക്നെസ് എമംഗ് ദി ഡിഫറെൻറ്റ് ബാക്ടീരിയ. ഈ ഗ്ലൈക്കോകാലിക്സ് ബാക്ടീരിയൻ്റെ കേസിൽ പല ബാക്ടീരിയക്കും പല ടൈപ്പ് ഓഫ് ഗ്ലൈക്കോകാലിക്സ് ആവും ഉണ്ടാവുക. ഗ്ലൈക്കോകാലിക്സ് മേ ബി ആസ് ലൂസ് മാസ് കോൾഡ് സ്ലൈം ലെയർ. ഗ്ലൈക്കോകാലിക്സ് ചിലപ്പോൾ സ്ലൈം ലെയർ, ലൂസ് മാസുള്ള സ്ലൈം ലെയർ ആയിട്ടാണ് കാണപ്പെടുക. അല്ലെങ്കിൽ സംടൈംസ് ഇറ്റ് മേ ബി തിക്ക് ആൻഡ് ടഫ്. അല്ലെങ്കിൽ അത് ലൂസ്, അല്ലെങ്കിൽ അത് ടഫ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ക്യാപ്സ്യൂൾ എന്ന് പറയും. സോ 2 രീതിയിലാണ് ഗ്ലൈക്കോകാലിക്സ് കാണുന്നത്. ഒന്ന് ക്യാപ്സ്യൂളായിട്ട് കാണപ്പെടും, അല്ലെങ്കിൽ സ്ലൈം ലെയർ ആയിട്ട് കാണപ്പെടും. സോ നമ്മൾ ഈ ഔട്ടറുള്ള ഗ്ലൈക്കോകാലിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അടുത്തത് സെൽ വാൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻട്രലിലുള്ള മിഡിൽ ആയിട്ടുള്ള ആളെ മിഡിൽ സെൽ വാൾ അല്ലെങ്കിൽ സെൽ വാൾ എന്ന് പറയും. സെൽ വാൾ പ്രൊവൈഡ് ദി സ്ട്രോങ് സ്ട്രക്ചറൽ സപ്പോർട്ട് വിത്ത് സെൽ ഡിറ്റർമൈൻ ദി ഷേപ്പ് ഓഫ് ദി സെല്ല്. ഈ ഒരു സെൽ വാൾ ആണ് അതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, അതേപോലെ ഷേപ്പ് തീരുമാനിക്കുന്നതും ആ സെൽ വാൾ ആണ്. സോ എന്താണ് ഗ്ലൈക്കോകാലിക്സ്, എന്താണ് സെൽ വാൾ, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. പ്ലാസ്മ മെംബ്രെയിൻ, ദിസ് ലെയർ, അതായത് ഇന്നർ ആയിട്ടുള്ള ലെയറിനെ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയാം. ദിസ് ലെയർ സറൗണ്ട്
the cytoplasm and regulate the entry and the exit of substance in the cell. ഈ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എന്ത് കയറണം എന്ത് കയറാതിരിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് പ്ലാസ്മ മെമ്പറൈൻ ആണ്. അതായിട്ടുള്ളത് ഈ പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ ഇതിനോട് കൂടി ചേർന്നിട്ട് ഈ സെല്ല് റെഡ് കളറിൽ കൊടുത്തതാണ് സെല്ല്, അതിനോട് കൂടി ചേർന്നിട്ട് ഇരിക്കുന്ന ആ ഒരു ലെയറിനെ നമ്മൾ പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറയാം. സൈറ്റോപ്ലാസം, ആ സെല്ലിൻ്റെ ഉള്ളിലുള്ള ആ ബാക്കിയുള്ള ഈ ഏരിയയൊക്കെ നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയാം. സൈറ്റോപ്ലാസത്തിനെ കവർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ലെയറിനെയാണ് നമ്മൾ പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറയുന്നത്. സോ പ്ലാസ്മ മെമ്പറൈൻ ആണ് ആ ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്ക് എന്ത് സബ്സ്റ്റൻസ് കയറണം അല്ലെങ്കിൽ ഇറങ്ങണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. സോ അവൻ്റെ എൻവലപ്പിനെ കുറിച്ചിട്ടുള്ളതും അവൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും പറഞ്ഞു. ഒരു സെല്ലിന് 3 എൻവലപ്പുകളാണ്. ഒന്ന് ഗ്ലൈക്കോ കാലിക്സി എന്ന് പറയും, സെൽ വാൾ എന്ന് പറയും, പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറയും. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫംഗ്ഷനും പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണപ്പെടുന്ന ഒരു ആളാണ് മെസോസോംസ്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു അത് മെസോസോംസ് പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണപ്പെടും, യൂകാരിയോട്ടിക് സെല്ലിൽ ഇല്ലാന്ന്. എന്താണ് മെസോസോംസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കണം. എക്സാമിന് ചോദിക്കാറുണ്ട്, ഫംഗ്ഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. മെസോസോംസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മെമ്പറൈൻ സ്ട്രക്ചർ ഈസ് ദി മെസോസോം. ഒരു സ്പെഷ്യൽ മെംബ്രെയിൻ സ്ട്രക്ചറാണ് മെസോസോം എന്ന് പറയുന്നത്. മെംബ്രെയിനുകൾ കൂടി ചേർന്നിട്ടുള്ള വിച്ച് ഈസ് ഫോംഡ് ബൈ എക്സ്റ്റൻഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. നമ്മൾ പറഞ്ഞു ഒരു സെല്ലിൻ്റെ ഒപ്പം അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു സെല്ലിൻ്റെ ആ ഒരു ലെയറിനെ, ഇന്നർ ലെയറിനെയാണ് നമ്മൾ സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയാം. പ്ലാസ്മ മെംബ്രെയിൻ നമ്മൾ സെൽ മെംബ്രെയിൻ എന്ന് പറയാം. സോ ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ എക്സ്റ്റൻഷൻ, അതായത് ഈ പ്ലാസ്മ മെംബ്രെയിൻ എക്സ്റ്റൻഷൻ രൂപപ്പെട്ടിട്ടാണ് ആരുണ്ടാവുക, ഈ മെസോസോംസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം സെല്ലുണ്ടാവുക. ഇറ്റ് ക്യാൻ ബി ഇൻ ദി ഫോം ഓഫ് വെസിക്കിൾസ്, ട്യൂബ്യൂൾസ് ആൻഡ് ലാമെല്ലെ. അതായത് ഇത് വെസിക്കിൾ അല്ലെങ്കിൽ ട്യൂബിലോ, വെസിക്കിൾ എന്ന് പറയുന്നത് ഹോള് പോലത്തെ അല്ലെങ്കിൽ വാക്വം ലൈക്ക് സ്ട്രക്ചറുള്ള വെസിക്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ട്യൂബ്യൂൾ സ്ട്രക്ചർ ആയിട്ടോ അല്ലെങ്കിൽ ലാമെല്ലെ പോലത്തെ, അതായത് ഈ ആൻറ്റിന പോലത്തെ സ്ട്രക്ചർ ആയിട്ടോ ആണ് ഈ മെസോസോംസ് സെല്ലിൻ്റെ ഉള്ളിൽ കാണപ്പെടുക. അതിൻ്റെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. 2 പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഈ മെസോസോംസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൽവാൾ ഫോർമേഷൻ. ഒരു സെല്ലിൻ്റെ അടുത്ത ലെയർ ആരാണ്? സെൽവാള. അതിന് ശേഷമാണ് നമ്മൾ ഗ്ലൈക്കോ കാലിക്സ് വരുന്നത്. സോ ഈ രണ്ടാമത്തെ ലെയറായ സെൽവാളിൻ്റെ ഫോർമേഷൻ ആര് ഹെൽപ്പ് ചെയ്യും? മെസോസോംസ് ഹെൽപ്പ് ചെയ്യും. DNA റെപ്ലിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ഡോട്ടർ സെൽസ്. DNA റെപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു. DNA കുറിച്ചൊക്കെ നീ സെക്കൻഡ് ഇയറിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. +2 ക്ലാസ്സിൽ എന്താണ് DNA, എന്താണ് RNA ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ സെല്ലിൻ്റെ ഉള്ളിൽ DNA ഉണ്ടാവും. ഈ സെല്ലിൻ്റെ റെപ്ലിക്കേഷൻ കൂടുതൽ DNA ഫോം ചെയ്യാനും ഡോട്ടർ സെല്ലുകൾ, അതിൻ്റെ അടുത്തുള്ള സെല്ലുകൾക്ക് നമ്മൾ ഡോട്ടർ സെല്ലുകൾ എന്ന് പറയാം. ആ ഡോട്ടർ സെല്ലുകൾക്ക് DNA കൊടുക്കാൻ വേണ്ടിയിട്ട് മെസോസോംസ് ഹെൽപ്പ് ചെയ്യും. റെസ്പിറേഷൻ സെക്രീഷൻ പ്രോസസ്, സെല്ലിന്റെ റെസ്പിറേഷനും സെക്രീഷൻ പ്രോസസ്സുകൾക്കും അവൻ ഹെൽപ്പ് ചെയ്യും. ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഓഫ് പ്ലാസ്മ മെമ്പറിൻ ആൻഡ് എൻസൈം കണ്ടന്റ്. ഇൻക്രീസ് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. ആര്? മെസോസോമിന്റെ ഹെൽപ്പിൽ പ്ലാസ്മ മെമ്പറിൻ്റെയും അതായത് എൻസൈം കണ്ടന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള സർഫസ് ഏരിയ, അതിന് വേണ്ടിയുള്ള സർഫസ് ആ ഏരിയ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് മെസോസോംസ് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു മെസോസോം എന്ന് പറയുന്നത് സെല്ലിന്റെ മോഡിഫിക്കേഷനാണ്. സെല്ലിൻ്റെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മളിവിടെ പറഞ്ഞത് സെൽ എൻവലപ്പ് ആൻഡ് സെൽ ഇറ്റ്സ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഈ മെസോസോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡിഫിക്കേഷനാണ്. മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മോഡിഫൈ ചെയ്യുക, ഒരു സാധനത്തിന് നമ്മൾ വണ്ടി മോഡിഫൈ ചെയ്യുക, വെഹിക്കിൾസ് മോഡിഫൈ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സെൽ വാള് ഉള്ളിലുള്ള സെൽ മെംബ്രെയിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വന്നിട്ട് ഇങ്ങനെ വെസിക്കിൾസ് ഫോം ചെയ്യുകയോ ട്യൂബ്യൂൾ സ്ട്രക്ചർ ഫോം ചെയ്യുകയോ അങ്ങനെയൊക്കെ ആവുന്ന ആളാണ് മെസോസോംസ്. അവൻ്റെ ഫംഗ്ഷനും ഡീറ്റെയിലും കാര്യങ്ങളായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ സെല്ലിൻ്റെ അടുത്തൊരു മോഡിഫിക്കേഷനാണ് ഫ്ലാജെല്ല. എല്ലാ സെല്ലുകൾക്കും കാണപ്പെടില്ല, പ്രത്യേക സെല്ലുകൾക്കാണ് കാണപ്പെടുക. ഫ്ലാജെല്ല എന്ന് പറഞ്ഞ മോഡിഫിക്കേഷനെ കുറിച്ച് പഠിക്കാം. സോ മെസോസോംസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്കറിയാം ഇറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് സെൽ എന്നും പ്രോകാരിയോട്ടിക് സെൽ എന്ന് ഫസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് കൊടുക്കാം. അതേപോലെ ഈ ഫ്ലാജെല്ലക്കും കൊടുക്കാൻ പറ്റും. സോ ഫ്ലാജെല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ സെൽ മേ ബി മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ. ഇഫ് ഇറ്റ് മോട്ടൈൽ ദേ ഹാവ് ഫ്ലാജെല്ല. അതായത് ബാക്ടീരിയൽ സെൽ മോട്ടൈൽ ആയിരിക്കും, അതായത് മൂവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയാസ് ഉണ്ടാവും. സെല്ലിന് മൂവ് ചെയ്യാൻ പറ്റുന്ന മോട്ടൈൽ ഓർഗാനിസംസ് എന്ന് പറയും. മോട്ടൈൽ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റും, നോൺ മോട്ടൈൽ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ബാക്ടീരിയ സെല്ല് മോട്ടൈൽ ആണെങ്കിൽ അവർക്ക് ഫ്ലാജെല്ല എന്ന് പറഞ്ഞിട്ടുള്ള മോഡിഫിക്കേഷൻ ഉണ്ടാവും. ഒരു സെല്ലിന് അതിൻ്റെ ഫ്ലാജെല്ല ഉണ്ടെങ്കിലാണ് അത് മൂവ് ചെയ്യുള്ളൂ. ഫ്ലാജെല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഫ്ലാജെല്ല ഉള്ള സെല്ലുകൾക്ക് നമ്മൾ മോട്ടൈൽ ആയിട്ടുള്ള സെല്ല് എന്ന് പറയും. സോ നോൺ മോട്ടൈൽ ആയിട്ടുള്ള സെല്ലിൽ എന്താണ്? മൂവ്മെന്റ് ഇല്ലാത്ത സെല്ല. സോ മോട്ടൈൽ ആയിട്ടുള്ള മൂവ് ചെയ്യുന്ന ബാക്ടീരിയൽ സെല്ലിനാണ് ഫ്ലാജെല്ല ഉണ്ടാവുക. സോ ഫ്ലാജെല്ല എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻ ഉണ്ടാവുക. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 3 സ്ട്രക്ചർ: ഫിലമെന്റ്, ഹുക്ക്, ബേസൽ ബോഡി. ഒരു ഫ്ലാജെല്ല, അത് ഫ്ലാജെല്ല എന്ന് പറഞ്ഞാൽ ഷേപ്പ് വരക്കുകയാണെങ്കിൽ അത് ഫിലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതും ഫിലമെന്റ്, ബേസൽ ബോഡി, ഹുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള 3 പാർട്ടുകൾ കൂടി ചേർന്നിട്ടാണ് ഫ്ലാജെല്ല രൂപപ്പെടുന്നത്. സോ 3 പാർട്ടുകളാണ് ഫ്ലാജെല്ലക്കുള്ളത്. ഒന്ന് ഫിലമെന്റ് ആണ്, ഒന്ന് ഹുക്കാണ്, ബേസൽ ബോഡിയാണ്. ഇത് ദേ ഹെൽപ്പ് ഇൻ മോട്ടിലിറ്റി ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയന്റെ മോട്ടിലിറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും. മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ മൂവ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മോഡിഫിക്കേഷനെ നമ്മൾ ഫ്ലാജെല്ല എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് പല ബാക്ടീരിയയിലും മോട്ടൈൽ ആയിട്ടുള്ള ബാക്ടീരിയയിലും ഫ്ലാജെല്ല കാണപ്പെടും.
പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ അടുത്ത മോഡിഫിക്കേഷനാണ് പറയുന്നത്. മെസോസോമ് പോലെ ഫ്ലാജെല്ല പോലെ അടുത്ത മോഡിഫിക്കേഷനാണ് പിലി ആൻഡ് ഫിംബ്രിയെ. ദി പിലി ആർ ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചർ മേഡ് അപ്പ് ഓഫ് സ്പെഷ്യൽ പ്രോട്ടീൻ. സ്പെഷ്യൽ പ്രോട്ടീനുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ട്യൂബുലാർ സ്ട്രക്ചറിനെ നമ്മൾ പിലി എന്ന് പറയുന്നത്. അതേപോലെ ദ ഫിംബ്രിയെ ആർ ദ സ്മോൾ ബ്രിസ്റ്റിൽ ലൈക്ക് ഫൈബർ സ്പ്രൗട്ടിങ് ഔട്ട് ഓഫ് ദി സെല്ല്. അതായത് ഫൈബർ ലൈക്ക് സ്പ്രൗട്ടിങ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ പ്രൊജക്ഷൻസ് തന്നെയാണ്. സോ ആ ഒരു പ്രൗട്ടിങ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫിംബ്രിയെ എന്ന് പറയുന്നത്. ദി കീ വേർഡുകളാണ്, ഓർത്ത് വെക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ദ ഹെൽപ്പ് ദി ബാക്ടീരിയ ടു അറ്റാച്ച് ദി ഹോസ്റ്റ് ആൻഡ് അതർ സബ്സ്റ്റൻസ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുക? ഈ പിലിയും ഫിംബ്രിയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? ഈ ബാക്ടീരിയകൾക്കോ അല്ലെങ്കിൽ ഈ പ്രോകാരിയോട്ടിക് ലൈക്ക് ഓർഗാനിസംസിന് ഹോസ്റ്റിനെ പോയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇണയെ പോയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനത്തെ പിലി ഫിംബ്രിയ ലൈക്ക് മോഡിഫിക്കേഷൻസ് ആ സെല്ലുകളിലുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഈ 3 പോയിന്റ് മനസ്സിലാക്കുക. ഫംഗ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മോഡിഫിക്കേഷൻ ആണ് റൈബോസോം ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസ്. സോ ഇതിന് മോഡിഫിക്കേഷൻസ് എന്ന് പറയാൻ പറ്റില്ല. റൈബോസോംസ് ഒക്കെ സെല്ലിലുള്ള സാധനങ്ങളാണ്, പ്രോകാരിയോട്ടിക് സെല്ലിലുള്ള സാധനങ്ങളാണ് റൈബോസോംസ്, അതിന് ഇൻക്ലൂഷൻ ബോഡീസ്. സോ മോഡിഫിക്കേഷൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും പഠിക്കാം. സോ ഫസ്റ്റ് റൈബോസോമിനെ കുറിച്ച് പഠിക്കാം. റൈബോസോമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട്. സോ ഞാൻ പറയുന്നത് മാത്രം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കാനും ശ്രമിക്കുക. പ്രോകാരിയോട്ടിക് റൈബോസോംസ് ഈസ് 70S ടൈപ്പ് ആൻഡ് ഹാസ് 2 സബ് യൂണിറ്റ്, സ്മോൾ 30S ആൻഡ് ലാർജർ 50S. റൈബോസോംസിനെ കുറിച്ച് കാര്യങ്ങൾ പഠിക്കും. ഫസ്റ്റ് പഠിക്കുക പ്രോകാരിയോട്ടിക്കുള്ള റൈബോസോംസ്. യൂകാരിയോട്ടിക്കിൻ്റെ റൈബോസോംസും നമ്മൾ പറയുന്നുണ്ട്. സോ പ്രോകാരിയോട്ടിക്കുള്ള റൈബോസോംസ് 70S ടൈപ്പ് ആയിരിക്കും. റൈബോസോംസ് 80S ടൈപ്പ് ഉണ്ട്, 70S ടൈപ്പ് ഉണ്ട്. സോ പ്രോകാരിയോട്ടിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ പ്രോകാരിയോട്ടിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ യൂകാരിയോട്ടിക് ക്ലാസിഫിക്കേഷൻ കൊടുക്കില്ലേ, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പ്രോകാരിയോട്ടിക് സെല്ലിൽ 17S ടൈപ്പ് റൈബോസോം ആണ് കാണപ്പെടുക എന്ന് വേണമെങ്കിൽ എഴുതാം. സോ 70S ടൈപ്പ് റൈബോസോം ആണ് പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണപ്പെടാം. ആ ഒരു 17S ടൈപ്പിന് 2 യൂണിറ്റുകളുണ്ട്, ഒന്ന് 30S 50S. സോ പഠിച്ചു വെക്കുക, അതിൻ്റെ 2 യൂണിറ്റുകൾ കൂടി ചേർന്നിട്ടാണ് 70S റൈബോസോം ഉണ്ടാവുന്നത്. ഒരു യൂണിറ്റ് 30S ആണ്, ഒരു യൂണിറ്റ് 50S ആണ്. സോ ഇത് രണ്ടും കൂട്ടിയിട്ടല്ല ഇത് കിട്ടുന്നത്. നമുക്ക് 15 13 കൂട്ടി 80 ആണ് കിട്ടുന്നത്. സോ അത് തെറ്റി കൊടുത്തു എന്താ അങ്ങനെ മാറ്റിയിട്ട് എഴുതരുത്. പല കുട്ടികളും അങ്ങനെ മാറ്റി എഴുതാറുണ്ട്. 20S ആൻഡ് 50S എന്നൊക്കെ എഴുതി പോകുന്നത്. അങ്ങനെ ഒരിക്കലും എഴുതരുത്. 13S ആൻഡ് 15S റൈബോസോമുകൾ കൂടി ചേർന്നിട്ടാണ് 17S ഉണ്ടാവുന്നത്. സോ ആ ഒരു കാര്യം പഠിച്ചു വെക്കുക. അത് എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളത് നമ്മൾ സെക്കൻഡ് ഇയറിൽ +2 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ അവിടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. അവിടെ ഞാൻ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. റൈബോസോംസ് ആർ ദി സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റൈബോസോം എന്ന് പറഞ്ഞാൽ എന്താണ് പരിപാടി? പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സിന്തസിസ് ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ റൈബോസോം എന്ന് പറയാം. റൈബോസോംസ് ആർ ദി സൈറ്റ് ഓഫ് പ്രോട്ടോസിന്തസിസ്. അതായത് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സൈറ്റിനെയാണ് നമ്മൾ റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോമിലാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്, സിന്തസൈസ് ചെയ്യുന്നത്. സെവറൽ റൈബോസോംസ് അറ്റാച്ച്ഡ് ടു സിംഗിൾ mRNA ടു ഫോം ചെയിൻ കോൾഡ് പോളി റൈബോസോംസ്. ഈ റൈബോസോംസ് mRNA പോയിട്ട് കൂടി RNA എന്ന് പറഞ്ഞിട്ടുള്ള RNA സ്ട്രാൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, റൈബോസോം മെസ്സഞ്ചർ RNAക്കാണ് നമ്മൾ mRNA എന്ന് പറയാം. RNA റൈബോസോമിൽ അങ്ങനെ RNAകൾ വേറെ ടൈപ്പും ഉണ്ട്. സോ മെസ്സഞ്ചർ RNA എന്താണ് മെസ്സഞ്ചർ RNA എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് +2 പഠിക്കും. സോ ഇവിടെ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡികൾക്ക് പോകരുത്. മെസ്സഞ്ചർ RNA ഇതിൽ റൈബോസോമുകൾ അതിൻ്റെ ആ ഒരു സ്ട്രാൻഡിൻ്റെ ചുറ്റും കാണപ്പെടും. സോ ആ ഒരു ടൈപ്പ് ഓഫ് RNA നമ്മൾ പോളി റൈബോസോം അല്ലെങ്കിൽ പോളിസോംസ് എന്ന് പറയാറുണ്ട്. പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോകാരിയോട്ടിക് സെല്ലിൽ 17S ടൈപ്പ് ആണ് കാണപ്പെടുന്നത്. റൈബോസോമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണെന്നും പഠിച്ചു വെക്കുക. അടുത്തതാണ് ഇൻക്ലൂഷൻ ബോഡീസ്. നമ്മൾ റൈബോസോം ആൻഡ് ഇൻക്ലൂഷൻ ബോഡി എന്നാണ് പറഞ്ഞത്. സോ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ ഇൻ പ്രോകാരിയോട്ടിക് സെൽസ് ആർ സ്റ്റോർഡ് ഇൻ സൈറ്റോപ്ലാസം ഇൻ ദി ഫോം ഓഫ് ഇൻക്ലൂഷൻ ബോഡീസ് വിച്ച് ഈസ് ഫ്രീ ഇൻ ദി സൈറ്റോപ്ലാസം. പ്രോകാരിയോട്ടിക് സെല്ലിൽ ആ ഒരു സെല്ലിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫുഡ് മെറ്റീരിയൽസ് ഉള്ള സാധനങ്ങൾക്കാണ് നമ്മൾ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയാം. റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ, ഇൻക്ലൂഷൻ ബോഡീസ് ആർ ദി റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ ഓഫ് ദി പ്രോകാരിയോട്ടിക് സെല്ല്. ആ സെല്ലിൽ ആ ഒരു സൈറ്റോപ്ലാസത്തിൽ പല ഏരിയയിലും അത് ഫ്രീ ആയിട്ട് കാണപ്പെടും. സോ ആ ഒരു ടൈപ്പ് ഓഫ് ബോഡീസിനെ നമ്മൾ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയാം. സോ ഇൻക്ലൂഷൻ ബോഡീസ് ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ് ആവാം, സൈറ്റോഫൈസിൻ ഗ്രാന്യൂൾസ് ആവാം, ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ് ആവാം. സോ ഓരോന്നിലും ഓരോ ടൈപ്പ് ഓഫ് ഫുഡ് കണ്ടന്റുകളാണ്, മെറ്റീരിയലുകൾ ഉണ്ടാവുക. അത് ആ സെല്ലിൻ്റെ ആവശ്യങ്ങൾക്ക്, റെസ്പിറേഷൻ പ്രോസസ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ബോഡീസിനെ യൂസ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രോകാരിയോട്ടിക് സെല്ലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. പ്രോകാരിയോട്ടിക് സെല്ല് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളുടെ സിമ്പിളായിട്ട് കേട്ടുപോയോ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ഫുൾ ക്വസ്റ്റ്യൻസ് ഈ ഒരു പാഠത്ത് നമുക്ക് ചെയ്യാൻ പറ്റും.
സെൽ എൻവലപ്പുകൾ ഏതൊക്കെയോ പഠിക്കണം, അതിൻ്റെ നെയിമുകൾ, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ സെൽ എൻവലപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോഡിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, മേസോസോംസ് അതിൻ്റെ ഫംഗ്ഷൻ പഠിക്കുക, ഫ്ലാജെല്ല എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കുക, പിലി ഫിംബ്രിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് കാര്യം പഠിക്കുക, റൈബോസോം ഏത് ടൈപ്പാണ്, എവിടെയാണ് കാണപ്പെടുന്നത്, ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക, ഇൻക്ലൂഷൻ ബോഡീസ് എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, എക്സാമ്പിൾ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. അടുത്തതായിട്ട് നമുക്ക് യൂക്കാരിയോട്ടിക് സെല്ലിലേക്ക് പോവാം. ഇതേപോലെ തന്നെ പ്രോകാരിയോട്ടിക് പഠിച്ച പോലെ തന്നെ യൂക്കാരിയോട്ടിക് നമ്മൾ പഠിക്കുന്നു, അതിൻ്റെ സെല്ലിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. ഈ ചാപ്റ്റർ ഈസ് കംപ്ലീറ്റഡ്. സോ ഈ ഒരു രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു സ്ട്രക്ചർ കിട്ടണം പാഠത്തിനെ കുറിച്ചിട്ട്. ഒരു പാഠത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഈ ഒരു സെല്ല് എന്ന് പറഞ്ഞ പാഠത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് 2 ഗ്രാഫ് ഇങ്ങോട്ട് വരണം, പ്രോകാരിയോട്ടിക്, യൂക്കാരിയോട്ടിക്. പ്രോകാരിയോട്ടിക്കിലാണെങ്കിൽ മെസോസോംസ്, ഫിംബ്രിയെ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഫംഗ്ഷൻസ്. പ്രോകാരിയോട്ടിക്കും അതേപോലെ സ്ട്രക്ചർ ഞാൻ ഇവിടെ ഉണ്ടാക്കി തരും. അതേപോലെ പഠിച്ചാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ കൃത്യമായിട്ട് കേൾക്കുക, കൃത്യമായിട്ട് പഠിക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ഏരിയയാണ് യൂക്കാരിയോട്ടിക് സെൽസ്. യൂക്കാരിയോട്ടിക് സെൽസ് ആർ പ്രസന്റ് ഇൻ പ്രൊട്ടിസ്റ്റ, പ്ലാന്റ്, അനിമൽസ് ആൻഡ് ഫഞ്ചി. നിങ്ങൾ കിങ്കം പ്രൊട്ടിസ്റ്റ, കിങ്കം ഫഞ്ചിയൊക്കെ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ആ ഒരു ഓർഗാനിസംസിൻ്റെ സെല്ലുകളൊക്കെ എന്ന് പറഞ്ഞാൽ യൂക്കാരിയോട്ടിക് സെല്ലാണ്. അനിമൽസിൻ്റെ, അതായത് മനുഷ്യന്മാരുടെയാണെങ്കിലും അതർ ജീവനുള്ള ജാലങ്ങളുടെ അനിമൽസിൻ്റെ ഒക്കെ സെല്ല് എന്താണ്, യൂക്കാരിയോട്ടിക് സെല്ലാണ്. പ്ലാന്റിൻ്റെ സെല്ലും എന്താണ്, യൂക്കാരിയോട്ടിക് സെല്ലാണ്. എന്താണ് അതിൻ്റെ ഡിഫറൻസ്, പ്ലാന്റും അനിമൽസും സെല്ലുകളുടെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ദി സെൽ കണ്ടെയ്ൻ വെൽ ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ് വിത്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഒരു ന്യൂക്ലിയസ് വെൽ ഡെവലപ്ഡ് ആയിട്ടൊരു ന്യൂക്ലിയസും അതിനൊപ്പം ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ള സെല്ലുകൾക്കാണ് നമ്മൾ യൂക്കാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഫസ്റ്റ് ഞാൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂക്കാരിയോട്ടിക് സെല്ലിൽ ആ ഒരു എല്ലാ പോയിന്റുകളും നിങ്ങൾ ഉൾപ്പെടുത്താം. അതിൻ്റെ ഡയമീറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പറയാം. ദി ജനറ്റിക് മെറ്റീരിയൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ക്രോമസോംസ്. ആ ഒരു സെല്ലിലുള്ള ജനറ്റിക് മെറ്റീരിയൽസ് ക്രോമസോമുകളായിട്ടാണ് അറേഞ്ച് ചെയ്തത്. എന്താണ് ക്രോമസോം എന്നുള്ളതിന് ഈ ഒരു സെക്ഷനിൽ ഞാൻ പറയുന്നത്. ഈ ഒരു ഷേപ്പിന് നമ്മൾ ക്രോമസോം എന്ന് പറയാം. സോ ആ ജനറ്റിക് മെറ്റീരിയൽ ക്രോമസോമുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്ലാന്റ് സെൽസ് ഡിഫേഴ്സ് ഇൻ ഹാവിംഗ് സെൽ വാൾ, പ്ലാസ്റ്റിഡ്, ലാർജ് സെൻട്രൽ വാക്യൂൾ ആസ് കമ്പയർഡ് ടു അനിമൽ സെല്ല്. അനിമൽ സെല്ലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ ഉണ്ട്, പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, ലാർജ് സെൻട്രൽ വാക്യൂൾസ് ഉണ്ട്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും ഒക്കെ എന്താണ്, യൂക്കാരിയോട്ടിക് സെല്ലാണ്. യൂക്കാരിയോട്ടിക് സെല്ലാണ് അനിമൽസിലുള്ളത്, പ്ലാന്റ്സിലുള്ളത്. പക്ഷെ എന്ത് ഡിഫറൻസ് ആണുള്ളത്? പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ ഉണ്ടാവും, പ്ലാസ്റ്റിഡ്സ് ഉണ്ടാവും, ലാർജ് സെൻട്രൽ വാക്യൂൾ ഉണ്ടാവും. അത് എവിടെ ഉണ്ടാവില്ല? അനിമൽ സെല്ലിൽ ഉണ്ടാവില്ല. അനിമൽ സെൽ ഹാവ് സെൻട്രിയോൾ വിച്ച് ആർ ആബ്സെൻസ് ഇൻ പ്ലാന്റ് സെൽ. സോ അനിമൽ സെല്ലിലുള്ള സെൻട്രിയോൾ എന്ന് പറഞ്ഞ സാധനം പ്ലാന്റ് സെല്ലിലില്ല. സോ ഈ 2 പോയിന്റ് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള വ്യത്യാസം നമുക്കിത് സെക്കൻഡ് ഇയറിലൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. സോ പഠിച്ചു വെക്കുക. നമ്മൾ ഈ ബോട്ടണിയിൽ പഠിക്കുമ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ ഇൻറ്റേർണലായിട്ട് കയറണം. ഇത് നമുക്ക് വളരെ ഉപയോഗപ്പെടുന്ന ഒരു ഫീൽഡാണ്, ഈ ഒരു പാഠമാണ്. ഈ ഒരു പാഠത്തിൻ്റെ നെക്സ്റ്റ് വരുന്ന പാഠവും. പ്ലാന്റ് സെല്ലിൽ എന്തുണ്ട്? സെൽവാൾ ഉണ്ട്, പ്ലാസ്റ്റിഡ് ഉണ്ട്, സെൻട്രിയൽ വാക്യൂൾ ഉണ്ട്. അത് അനിമൽ സെല്ലിലില്ല. അനിമൽ സെല്ലിൽ എന്തുണ്ട്? സെൻട്രിയോൾ ഉണ്ട്. അത് എവിടെ ഇല്ല? പ്ലാന്റ് സെല്ലിലില്ല. സോ ഞാൻ ആ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെല്ലും സെൽവാളും ഒക്കെ കാണിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്ലാന്റ് സെല്ലാണ്, ഇത് അനിമൽ സെല്ലാണ്. ഈ പ്ലാന്റ് സെല്ലിൽ ന്യൂക്ലിയസ് ഉണ്ട്, അനിമൽ സെല്ലിൽ ന്യൂക്ലിയസ്. കാരണം അതെന്താ, രണ്ടും യൂക്കാരിയോട്ടിക് സെല്ല. പ്ലാന്റ് സെല്ലാണെങ്കിലും അനിമൽ സെല്ലാണ്, രണ്ട് യൂക്കാരിയോട്ടിക് സെല്ലായതുകൊണ്ട് അതിന് വെൽ ഡെവലപ്ഡ് ആയിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ തന്നെ ന്യൂക്ലിയസ്, ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന പാർട്ടും എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുള്ളതാ. സെൻട്രൽ വാക്യൂൾ കണ്ട ഒരു വലിയ സ്ട്രക്ചർ കണ്ടിട്ടില്ലേ? അതായത് വാക്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള എയർ ആയിട്ടുള്ളൊരു ഏരിയ, വാക്യൂൾ ആയിട്ടുള്ള ഏരിയ, ഒന്നുമില്ലാത്ത വാക്വം ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു സെൽവാൾ. ഈ ഒരു കാണപ്പെടുന്നത് ഈ വാക്യൂൾ എവിടെ ഇല്ല? സെല്ലിലില്ല. ആരെ സെല്ലിലില്ല? അനിമൽ സെല്ലിലില്ല. സോ വലിയൊരു ഡിഫറൻസ് ആണ് ആ പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള സെൽ വാൾ, ഇത് ഈ സെല്ലിന്റെ അപ്പുറത്തുള്ള ഈ സെൽ വാൾ, ആ സെൽ വാൾ ഇവിടെ കാണപ്പെടൂല. ആര് സെല്ലിൽ കാണപ്പെടൂല? സെൽ വാൾ അനിമൽ സെല്ലിന് കാണപ്പെടൂല. സോ ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഡയഗ്രം നിങ്ങൾ വരച്ചു പഠിക്കാനോ ഇതോ എക്സാമിന് ചോദിക്കൊന്നുമില്ല. ഇത് ജസ്റ്റ് കാര്യം കാണാൻ വേണ്ടിയിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കൊടുത്തുള്ള ഡയഗ്രാംസ് ആണ്. ഇത് വരച്ചു പഠിക്കൊന്നും വേണ്ട. ആ ഡിഫറൻസ് ഒന്ന് കാണാതെ പഠിക്കുക, അറിഞ്ഞിരിക്കുക. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് പോകാം. അതായത് യൂക്കാരിയോട്ടിക് സെല്ലിൽ ഓരോ പാർട്ടിനെ കുറിച്ച് നമ്മൾ പറയാം, സെല്ലിലുള്ള ഓരോ ഭാഗങ്ങൾ പറയാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ കൃത്യമായിട്ട് കേൾക്കുക. ഫസ്റ്റ് നമുക്ക് സെൽ മെമ്പറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ, സെൽ മെമ്പറൈനോ പ്ലാസ്മ മെമ്പറൈനോ പറയാം. സെല്ലിൻ്റെ മെമ്പറൈനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സെൽ മെമ്പറൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെല്ലിൻ്റെ ഈ ചുറ്റുള്ള ഈ ഒരു മെമ്പറൈനെ നമ്മൾ സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറയുന്നത്. ഇവിടെ തരുള്ള ഈ സൈറ്റോപ്ലാസത്തിനുള്ള സൈറ്റോപ്ലാസത്തിനെ കവർ ചെയ്ത് നിൽക്കുന്ന ഈ മെമ്പറൈൻ നമ്മൾ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറയും, അല്ലെങ്കിൽ സെൽ മെമ്പറൈൻ എന്ന് പറയും. സോ ഈ ഒരു മെമ്പറൈൻ, ഈ മെമ്പറൈൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. സോ ഈ ഒരു ഒറ്റ മെമ്പറൈൻ്റെ ഒരു സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുള്ളത്.
ഈ ഒറ്റ ലെയർ ഉണ്ടല്ലോ അത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഇതിന് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയാറുണ്ട്. 2 സയന്റിസ്റ്റുമാർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മോഡലാണ്. അവരുടെ കൺസെപ്റ്റ് വഴിയാണ് ഈ ഒരു ഡയഗ്രാം നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ആ ഒരു മെംബ്രെയിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ ഇസ് കമ്പോസ്ഡ് ഓഫ് ലിപ്പിഡ്സ് ദാറ്റ് ആർ അറേഞ്ച്ഡ് ബൈ ലെയർ. ഈ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ലിപ്പിഡുകൾ, അതായത് ലിപ്പിഡ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്. സോ ലിപ്പിഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അറേഞ്ച്ഡ് ബൈ ലെയർ, 2 ലെയറായിട്ടാണ്. ലിപ്പിഡ് 2 ലെയറായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് സെൽ മെംബ്രെയിൻ ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ സെല്ലിൻ്റെ ഈ സെൽ മെംബ്രെയിൻ ആണ് സൂം ചെയ്ത് മൈക്രോസ്കോപ്പിക് ലെവലിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ 2 ലെയർ, അതായത് ഇത് കണ്ടില്ല, മേലൊരു ലെയർ, രണ്ടാമത് വേറൊരു ലെയർ. സോ ഈ 2 ലെയറായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, നമ്മൾ ഈ ഒരു സെൽ മെംബ്രെയിൻ കാണപ്പെടുന്നത്. The lipids are arranged within the membrane with the polar head towards the outer side and the hydrophilic tail towards the inner side. അതായത് ഇവിടെ കാണിച്ചാൽ ഈ നീലുണ്ടല്ലോ, അതായത് ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ് ഇങ്ങനെ മേലേക്ക് പൊന്തി നിൽക്കുന്നത് അല്ലേ. അതേപോലെ ഇവിടുന്ന് അങ്ങോട്ടും സ്ട്രക്ചർ. സോ ഈ ഒരു സ്ട്രക്ചറിൽ ഇതിന് ടൈൽ എന്ന് പറയും, ഇത് ഹെഡ് എന്ന് പറയും. സോ അതിൻ്റെ പോളാർ ഹെഡ്, അതായത് പോളാർ ഇതിലുള്ള ചാർജ് ആയത് പോളാർ ഹെഡ് ടുവാർഡ്സ് ദി ഔട്ടർ സൈഡ്. ഈ പോളാർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഔട്ടർ സൈഡിൽ കാണുന്നു. ഇന്നർ സൈഡിലേക്ക് ഏതാണ്, അതിൻ്റെ ടൈലാണ്. ഇന്നർ സൈഡിലേക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ 2 മെംബ്രെയിൻ ഇങ്ങനെ ലിപ്പിഡ് 2 ബൈലറാണ്. സോ ഇങ്ങനെ ഇതിൻ്റെ പോളാർ ഹെഡ് ടൈൽ ഉള്ളിലേക്ക് വരും, ഇവിടെ നിന്നാണെങ്കിലും ടൈൽ ഉള്ളിലേക്ക് വരും. സോ അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ദി ലിപ്പിഡ്സ് കമ്പോണൻസ് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ഫോസ്ഫോഗ്ലിസറൈഡ്സ്. ഈ ഒരു ലിപ്പിഡുകൾ ഫോസ്ഫോഗ്ലിസറൈഡുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. ലേറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ദി പ്രോട്ടീൻ ഈസ് ആൾസോ പ്രസന്റ് ഇൻ സെൽ മെംബ്രെയിൻ. അതായത് പിന്നെ ശേഷം പ്രോട്ടീനുകളും ഈ സെൽ മെംബ്രെയിനിൽ കാണപ്പെടുന്നുണ്ട് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. റേഷ്യോ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ആർ വേരീസ് ഇൻ ഡിഫറെൻറ്റ് സെൽസ്. ഓരോ സെല്ലിനനുസരിച്ചിട്ടും ആ സെല്ലിന്റെ പ്രത്യേകത അനുസരിച്ച് പ്രോട്ടീന്റെ പ്രസൻസും ലിപ്പിഡിന്റെ പ്രസൻസും മാറിക്കൊണ്ടേയിരിക്കാം. മെംബ്രെയിൻസ് പ്രോട്ടീൻസ് മേ ബി ഇന്റഗ്രൽ ഓർ പെരിഫറൽ. അവിടെയുള്ള മെംബ്രെയിനുള്ള പ്രോട്ടീൻ ഉണ്ടല്ലോ, പ്രോട്ടീൻസ് ഒന്നുകിൽ ഇന്റഗ്രൽ ആയിരിക്കും അല്ലെങ്കിൽ പെരിഫറൽ ആയിരിക്കും. ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ പ്രോട്ടീൻസ് റിമൈൻസ് ബറീഡ് ഇൻ മെംബ്രെയിൻസ് ബട്ട് പെരിഫറൽ പ്രോട്ടീൻസ് ലൈസ് ഇൻ ദി സർഫസ്. ഈ ഒരു സർഫസിൽ, അതായത് ഈ ഒരു മെംബ്രെയിനിൽ ഒന്നുകിൽ ഇന്റഗ്രൽ പ്രോട്ടീൻ ഉണ്ടാവാം അല്ലെങ്കിൽ പെരിഫറൽ പ്രോട്ടീൻ ഉണ്ടാവാം. ഇന്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞിറങ്ങിയിട്ടുണ്ടാവും. അതെ, ഇവിടെ കൊടുത്തില്ല കണ്ട, ഇന്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പ്രോട്ടീൻ നമ്മൾ ഇന്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറയാം. അല്ല, പുറത്തേക്ക് പെരിഫറൽക്ക് മാത്രം കാണപ്പെടുന്ന പ്രോട്ടീൻ ആണെങ്കിൽ അതിന് നമ്മൾ പെരിഫറൽ പ്രോട്ടീൻ, അതായത് സർഫസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാം, പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റുകൾ ഉള്ളത്. ഈ പ്ലാസ്മ മെംബ്രെയിൻ, നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ മെംബ്രെയിൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ പറഞ്ഞ സെൽ മെംബ്രെയിൻ, സെല്ലിൻ്റെ മെംബ്രെയിൻ, ഈ സെല്ലിൻ്റെ മെംബ്രെയിൻ മെയിൻ ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് എന്താ, ഈ സെല്ലിൻ്റെ ഇപ്പോൾ ഇവിടുത്തെ വേറൊരു സെല്ലുണ്ടാവും, ഇപ്പുറത്ത് വേറൊരു സെല്ലുണ്ടാവും, ഇവർക്കൊക്കെ മെംബ്രെയിൻ ഉണ്ടാവും. സോ ഈ ഒരു സെല്ലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ ഫുഡ് ആൻഡ് മെറ്റീരിയൽസ് ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു മെംബ്രെയിനൊക്കെ ഉള്ളത്. ഒരു സെല്ലിനെ കവർ ചെയ്ത് നിർത്താനും പിന്നെ ഈ സെൽ മെംബ്രെയിൻ്റെ ഹെൽപ്പിലാണ് ഇവിടുന്ന് സെല്ലിന് ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പാസ് ചെയ്യുക. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രൊപ്പോസ്ഡ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഈ ഒരു സെൽ മെംബ്രെയിനെ കുറിച്ചൊരു മോഡൽ, ഇങ്ങനെയാണ് അതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് 1972. ആൾക്കാരുടെ പേര് നമ്മൾ പഠിക്കണം, സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറഞ്ഞിട്ട് സെൽ മെംബ്രെയിൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു മോഡലാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് സിംഗർ ആൻഡ് നിക്കോൾസൺ കൊടുത്തിട്ടുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. സോ അത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെൻറ്റൻസിൽ പഠിച്ചു വെക്കണം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ പറയും. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, quasi-fluid nature of lipid enables lateral movement of protein with the bilayer of lipid. According to this model, ഈ മോഡലിൻ്റെ അക്കോർഡ് ചെയ്തിട്ട് quasi-fluid nature of ലിപ്പിഡിൻ്റെ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ. അത് ക്വാസി ഫ്ലൂയിഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലിപ്പിഡ് സോളിഡായിട്ട് കാണപ്പെടാം, അല്ലെങ്കിൽ അത് ലിക്വിഡായിട്ട് കാണപ്പെടാം. സോ ആ ഒരു നേച്ചറിന്, ലിപ്പിഡിൻ്റെ ആ ഒരു നേച്ചർ എന്ന് പറഞ്ഞ പേരാണ് ക്വാസി ഫ്ലൂയിഡ് നേച്ചർ. സോ ലിപ്പിഡിൻ്റെ ഈ ഒരു ക്വാസി ഫ്ലൂയിഡ് നേച്ചർ എനേബിൾ ചെയ്യും ലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് പ്രോട്ടീൻ്റെ ലാറ്ററൽ മൂവ്മെൻറ്റിനെ എനേബിൾ ചെയ്യും വിത്തിൻ ദി ബൈലെയർ ലിപ്പിഡ്സ്. അതായത് ഈ ഒരു ബൈലെയർ ആയിട്ടുള്ള ലിപ്പിഡ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ പറഞ്ഞ ലിപ്പിഡ്സിൻ്റെ 2 ലെയർ ആണെന്നുള്ളത്. അതിൽ ഈ ലിപ്പിഡ്സിൻ്റെ കോസി ഫ്ലൂയിഡ് നേച്ചറിൽ പ്രോട്ടീൻസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആ ഒരു നേച്ചർ ആയതുകൊണ്ട് പ്രോട്ടീൻസ് മൂവ് ചെയ്യുന്നു.
അതായത് ഈ ഒരു മൊസൈക്ക് മോഡൽ എന്ന് പറഞ്ഞിട്ട് മൊസൈക്ക് മോഡൽ ഓഫ് ഈ പ്ലാസ്മ മെമ്പറൈനിൽ പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്ഫർ ആണ്. അതായത് മെറ്റീരിയൽസിൻ്റെ പ്രോട്ടീൻസിന് അങ്ങോട്ട് കൂടുതൽ ട്രാൻസ്ഫറിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എന്താണ് അവർ പറഞ്ഞത്? ഈ ഒരു ലിപ്പിഡ്സിന് ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഉണ്ട്. ഈ ഒരു ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഉണ്ടായത് കൊണ്ട് തന്നെ അവൻ ചിലപ്പോൾ ലിക്വിഡായിട്ട് സോളിഡായിട്ട് കാണപ്പെടാം. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻസ് എന്ത് ചെയ്യും? അവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യും എന്നുള്ള കാര്യമാണ് ഈ ഒരു ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ലിപ്പിഡ് അല്ലെങ്കിൽ മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെമ്പറൈനിൽ ഈ രണ്ട് സയൻറ്റിസ്റ്റുമാർ പറയുന്നത്. സോ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദി മെയിൻ ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മ മെമ്പറൈൻ ഈസ് ദി ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾ അക്രോസ് ഇറ്റ്. ഈ ഒരു മോഡൽ കൊടുത്തതിന് ശേഷമാണ് അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത്. ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യം നമ്മൾ പഠിക്കും. സോ ഈ ഒരു പ്ലാസ്മ മെമ്പറൈൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോർട്ട് മോളിക്യൂൾ അക്രോസ് ഇറ്റ്. അതായത് ഒരു സെല്ലിൻ്റെ ആ സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്കൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? മോളിക്യൂൾസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അത് സെൽ മെമ്പറൈൻ്റെ ഈ ഒരു ഹെൽപ്പ് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോളിക്യൂൾസിനെ ട്രാൻസ്ഫർ ചെയ്യലാണ്. രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. രണ്ട് തരം ട്രാൻസ്പോർട്ടുകളാണുള്ളത്. നമ്മൾ പറഞ്ഞു സെൽ മെമ്പറൈന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. സോ രണ്ട് തരത്തിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്, മറ്റേത് പാസീവ് ട്രാൻസ്പോർട്ടാണ്. സോ ആദ്യത്തേത് എന്ന് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്, രണ്ടാമത് പാസീവ് ട്രാൻസ്പോർട്ടാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി ഈ സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് എന്ത് ചെയ്യാം? മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ട് വഴി എന്ത് ചെയ്യാം? മോളിക്യൂൾസ് ട്രാൻസ്ഫർ ചെയ്യാം. എന്താണ് ഇതിൻ്റെ വ്യത്യാസമുള്ളത് പഠിക്കാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ട്രാൻസ്പോർട്ടുകളും ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി ട്രാൻസ്പോർട്ട് ഇൻവോൾവ് എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി ഓഫ് ദി സെല്ല്. അതായത് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി മോളിക്യൂൾസിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ സെല്ലിന് എനർജി യൂസ് ചെയ്യേണ്ടതുണ്ട്. എനർജി എക്സ്പെൻഡിച്ചർ ആണ്. എനർജി യൂസ് ചെയ്തിട്ട് മോളിക്യൂളിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയാം. ദി സെൽ ഡു നോട്ട് സ്പെൻഡ് എനർജി ഇൻ ദ പാസീവ് ട്രാൻസ്പോർട്ട്. പാസീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് സെല്ലിൽ നിന്ന് മോളിക്യൂൾസ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിൽ എനർജി ആവശ്യമില്ല. സോ പാസീവ് ട്രാൻസ്പോർട്ട് പറഞ്ഞാൽ എനർജി ആവശ്യമില്ലാത്ത ട്രാൻസ്പോർട്ടിനാണ് പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. എനർജി ആവശ്യമുള്ള ട്രാൻസ്പോർട്ടിനെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. എനർജി ആവശ്യമില്ല ട്രാൻസ്പോർട്ടിനെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നും എനർജി ആവശ്യമില്ലാത്ത ട്രാൻസ്പോർട്ടിനെ പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നു. ഇറ്റ് ഒക്കേഴ്സ് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. പാസീവ് ട്രാൻസ്പോർട്ടോ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് അലോങ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് പാസീവ് ട്രാൻസ്പോർട്ട് നടക്കും. അതേപോലെ തന്നെ അലോങ് ആയിട്ട് പാസീവ് ട്രാൻസ്പോർട്ട് നടക്കും. എന്താണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സെല്ലിൻ്റെ അപ്പുറത്തും പുറത്തും കോൺസെൻട്രേഷൻ, അതായത് മോളിക്യൂൾസിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ ഗ്രേഡിയൻറ്റ് എന്ന് പറയാം. സോ അതിനെ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അലോങ് എന്ന് പറയും. ഒബേ ചെയ്യുന്നില്ലെങ്കിൽ അഗെയിൻസ്റ്റ് എന്ന് പറയും. സോ ഒബേ ചെയ്യാതെ നടക്കുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഒബേ ചെയ്തിട്ട് അലോങ് ആയിട്ട് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ് പാസീവ് ട്രാൻസ്പോർട്ട്. അടുത്തത് ഇറ്റ് ഈസ് എ റാപ്പിഡ് പ്രോസസ്സ്. വളരെ സ്പീഡിൽ നടക്കുന്ന പ്രോസസ്സാണ് ആക്റ്റീവ് പ്രോസസ്സ്. എനർജി യൂസ് ചെയ്യാതെ അഗെയിൻസ്റ്റ് ആയിട്ട് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് സ്പീഡിൽ നടക്കുന്ന പ്രോസസ്സാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സ്ലോ ആയിട്ട്, കമ്പാരിറ്റീവ് സ്ലോ, അതായത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനെ വെച്ച് നോക്കുന്ന സമയത്ത് പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് സ്ലോ ആണ്. സോ ഈ ഒരു പോയിന്റ് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ എക്സാമിന് എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് ചോദിച്ചാൽ ഈ ഒരു പോയിന്റ് മാത്രം പറയാം. എന്താണ് പാസീവ് ട്രാൻസ്പോർട്ട് ചോദിച്ചാൽ ഈ ഡീറ്റെയിൽ മാത്രം പറയാം. ഇതിന് ഡിഫറൻസ് ചോദിച്ചാൽ ഇത് രണ്ടും എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൺക്ലൂഡ് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് യൂക്കാരിയോട്ട് സെല്ലിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. കൂടുതലും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് മൈറ്റോകോൺഡ്രിയനെ കുറിച്ചിട്ടും അതേപോലെ പ്ലാസ്റ്റിഡ്സ്, ഇനി വരുന്ന DNA കുറിച്ചിട്ട്, അതേപോലെ റൈബോസോം, ന്യൂക്ലിയസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ക്രോമസോമിനെ കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെയുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത സെക്ഷനുമായി വീണ്ടും കൂടുതൽ എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.